Kaula Celebrity Kitchen Magic. കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ മറ്റൊരു റൗണ്ടിലേക്ക് സ്വാഗതം. റൗണ്ട്സ് പലതും പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മത്സരാർത്ഥികളെല്ലാം തന്നെ വ്യത്യസ്തമായ വിഭവങ്ങളെല്ലാം തയ്യാറാക്കി മുന്നേറുന്നു. ഫ്രണ്ട്സ് റൗണ്ട് കഴിഞ്ഞു, ഫാമിലി റൗണ്ട് കഴിഞ്ഞു, അങ്ങനെ വീട്ടുകാരെയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അത്തരം നല്ല നല്ല കാഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഭക്ഷണത്തിൻ്റെ കാര്യമല്ലേ, പുതുമകൾ ഒരിക്കലും നമ്മൾക്ക് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള ഒരു കഴിവ് ആരുടെ കാര്യത്തിലാണ്? ഒരു സാധാരണ ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചാലഞ്ചാണ്, അതൊരു വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു മത്സരവും കൂടി ആയാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ ഒരു പക്ഷേ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത വിഭവങ്ങൾ പരീക്ഷിക്കുക എന്ന് പറയുന്നതും നല്ല ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മളുടെ മത്സരാർത്ഥികൾക്ക് അങ്ങനെ ഒരു റൗണ്ടിലൂടെയും കടന്നു പോകണം. അപ്പോൾ അത്തരമൊരു റൗണ്ടാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്, ഒരു സർപ്രൈസ് റൗണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ കാണുക, ആസ്വദിക്കുക. ഹലോ, ഇന്നിതാ എന്താണ് ഞങ്ങളുടെ കിളി പോയിട്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ സർപ്രൈസ് റൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു റീജിയണലൊക്കെ ആയിരിക്കും പറയാമെന്നൊക്കെ വിചാരിച്ചാൽ ഇവിടെ വന്നപ്പോൾ ആകൂടെ പെട്ടു. മാങ്ങയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് തന്നേക്കണം. അതും അതിൻ്റെ ഒപ്പം വെറും 5 ഇൻഗ്രീഡിയൻസും കൂടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. കാരണം എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല, ഉണ്ടാക്കിയാൽ ശരിയാവുമെന്നും അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ഒരു ടാങ്കി സമോസയും അതോടൊപ്പം തന്നെ ടാങ്കി ഡിപ്പും കൂടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഈ സമൂസ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഉണ്ടാക്കി വരുമ്പോൾ സമൂസയാവോ വേറെ വല്ലതും ആവുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും സമൂസ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് മാങ്ങയാണ്. കുറച്ച് സ്പൈസി എന്ന് പറയാൻ പറ്റില്ല, കാരണം ആകെ എനിക്കിപ്പോൾ പച്ചമുളകും കുരുമുളകും കൂടി മാത്രമേ ഉള്ളൂ എടുത്തതിൽ. അപ്പോൾ അത് നോക്കാം. ഇല്ലെങ്കിൽ അത് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കപ്പോൾ സമോസ ഉണ്ടാക്കാനായിട്ട് മാവ് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുക. ഇതൊന്ന് കുഴയ്ക്കാനുള്ള വെള്ളം, അപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ കുറച്ചും കൂടെ മയമാവുന്ന അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കാം. സമോസയുടെ ഉള്ളിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് മാങ്ങ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മുടെ ഇൻഗ്രീഡിയൻസ് മൈദമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി, ഫ്രഷ് ക്രീം, മല്ലിയില, മുട്ട, അതുപോലെ ഉപ്പ്, പച്ചമാങ്ങ, എണ്ണ, പിന്നെ പച്ചമുളകും. ഇത്രയാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി ഞാൻ കുക്കിംഗ് പ്രോസസ്സിലേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഇത്തിരി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മൈദ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാങ്ങ അരിയാൻ പോവാം. നല്ല പുളിയുള്ള മാങ്ങ. ഇത് സമൂസ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുന്നു ഒരു ഐഡിയയില്ല. നമുക്ക് ഉണ്ടാക്കി നോക്കാം. പാവൻ ലക്ഷ്മി ചേച്ചി കേട്ടോ, ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പരീക്ഷണങ്ങൾക്ക് ബലിയാടാൻ പോണ ചേച്ചിയാണ്. ഇന്നത്തെ വേറൊരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റിൽ നോക്കാനൊക്കെ സമ്മതിക്കും, ആരോടെങ്കിലുമൊക്കെ ചോദിക്കാം എന്നൊക്കെ വിചാരിച്ചത്. അതൊന്നും പറ്റില്ല. ഇത് മുഴുവൻ നമ്മുടെ തലയിൽക്കൂടെ ഓടിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്നോ ഒന്നും അറിയില്ല. സക്സസ് ആയാൽ നിങ്ങൾക്കൊരു പുതിയ റെസിപ്പി, ഇല്ലെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞേക്കാം. മൈദ കുഴച്ചെടുക്കാൻ പോവാം. അപ്പോൾ അതിനകത്തേക്ക് മൈദ ഇട്ടു. എത്രത്തോളം വേണമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. മൈദ ഇട്ടു, കുറച്ച് ഉപ്പിടാൻ പോവാം. ഇനി ചൂടുവെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം.
വെള്ളം നല്ല ചൂടാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂടൊന്ന് ആറിയിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാം. അപ്പോൾ അത്ര നേരം കുറച്ചൊന്ന് മിക്സ് ആയിട്ടിരിക്കട്ടെ. ഞാനിതുവരെ മര്യാദയ്ക്ക് ചപ്പാത്തി കുഴയ്ക്കാൻ പോലും പഠിച്ചിട്ടില്ല. ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് എന്താ പറയുക, മാങ്ങ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. മാങ്ങയുടെ പുളി പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിക്കാം. ഇവിടെ മാങ്ങ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് മാങ്ങ ഇട്ടു. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. വേറൊരു പാത്രത്തിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കും കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എൻ്റെ ഷേപ്പിലുള്ള ചപ്പാത്തി മാവ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണോ കുഴക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്തായാലും ഇന്നിപ്പോൾ എല്ലാം പരീക്ഷണമല്ലേ, അപ്പോൾ ഇതും ഞാനിവിടെ ഒരു പരീക്ഷണത്തിലാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. മാങ്ങ നല്ലോണം വെന്തു. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ. നമുക്കിനി സമൂസയ്ക്ക് വേണ്ടിയിട്ട് മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ, അല്ല പരത്തുന്ന പോലെ തന്നെ കുറച്ചും കൂടെ വലുതാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് പരത്തിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, കട്ടി കൂടിപ്പോയി എന്നൊരു ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സത്യമായിട്ടും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇപ്പോഴും ഇതെന്താവും എന്നുള്ളത്. വേവിച്ച് മുട്ടയുടെ തോല് നമുക്ക് കളഞ്ഞെടുക്കാം. എന്നിട്ട് അതും മാങ്ങ നേരത്തെ ഞാൻ തോല് കളഞ്ഞ പോലെ പൊടിച്ചെടുത്താൽ മതി, കട്ട് ചെയ്യണമെന്നില്ല. എന്നിട്ട് അത് വെച്ചിട്ടൊരു ഫില്ലിംഗ് ഉണ്ടാക്കാം. മാങ്ങ വെച്ച് 5 ഇൻഗ്രീഡിയൻസും വെച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പ്ലാൻ? ഞാൻ ഒരു സമൂസ പോലെ എന്തെങ്കിലും ഒരു സ്റ്റഫ് ചെയ്തിട്ടൊരു സാധനം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഒരു ഡിപ്പിങ്ങിനായിട്ടൊരു ഡിപ്പിങ്. ക്രീമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു അല്ലേ? ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു, കുരുമുളക് ഉണ്ടായിരുന്നു അല്ലേ? 5 ചേരുവകൾ
ഫ്രഷ് ക്രീം, കുരുമുളക്, മൈദ, മുട്ട. അപ്പോൾ മാങ്ങയുടെ വേവിച്ച മാങ്ങയുണ്ട്, അല്ല ചോപ്റ്റും ഉണ്ട്. അത് സോസിന് വേണ്ടിയിട്ട് പുളിപ്പൊന്ന് കുറച്ച് പോകാം. അപ്പോൾ ഇത് മുട്ട എന്തിനാണ് വെച്ചിരിക്കുന്നത്? മുട്ട വെച്ചിരിക്കുന്ന പുഴുങ്ങി വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം ഈ ഫില്ലിങ്ങിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടായിരിക്കും അല്ലേ മുട്ടയും മാങ്ങയും കൂടെ ഒരു കോമ്പിനേഷൻ? നിങ്ങളെന്തിനാ മുട്ടയും മാങ്ങയും കൂടെ കമ്പൈൻ ചെയ്യാൻ നോക്കിയത് ഈ രീതിയിൽ? വേറെ എന്തെല്ലാം? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ലിങ് പച്ചമാങ്ങ മാത്രം എനിക്ക് ഭയങ്കര ഒരു പച്ചമാങ്ങ ഫില്ലിംഗ് ഉള്ള ഐറ്റം വേണമെന്ന് നിർബന്ധമില്ലല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കായിരുന്നല്ലോ അല്ലേ? ഒരാൾ റോള്, ഒരാൾ സമോസ ഒക്കെ ഫില്ലിങ്ങിലേക്കാണ് പോയിരിക്കുന്നത്. നോക്കാം ഇതിൻ്റെ ഫൈനൽ എൻഡ് റിസൾട്ട് എന്താണെന്ന്. ഇന്നത്തെ സ്പെഷ്യൽ മാങ്ങ ഐറ്റം എന്തുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ 5 ഐറ്റം എടുത്തു വെച്ചിട്ടുണ്ട്. എന്തുണ്ടാക്കുന്നു അതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് മാങ്ങയുടെ പൾപ്പ് എടുക്കാം. മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. മാങ്ങയും പഞ്ചസാരയും വെള്ളവും കൂടി ഇട്ടിട്ട് നന്നായി വേവിച്ചിട്ട് മിക്സിയിലെടുത്ത് അടിച്ചടിച്ചിട്ട് ജ്യൂസ് എടുക്കാം. ഒരു പിടുത്തമില്ല കേട്ടോ. ഇങ്ങനെയാണ് പൾപ്പെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ പച്ചമാങ്ങ ഇവിടെ മുളകും ഉപ്പൊക്കെ കൂട്ടി കഴിക്കണമെന്നല്ലാതെ വേറൊരു പരിപാടി എനിക്കറിയില്ല. നമ്മൾ മാങ്ങ വേവിക്കാൻ വെച്ചു പഞ്ചസാര ഇട്ടിട്ട്. നമുക്ക് ചൈന ഗ്രാസ് കുതിർത്താൻ വേണ്ടി വയ്ക്കാം. നമ്മൾ ചൈന ഗ്രാസ് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കുതിരട്ടെ. സാധാരണ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് റെസിപ്പി അറിയുന്നുണ്ടെങ്കിൽ കൂടി പരീക്ഷിച്ച് നോക്കും ചിലപ്പോൾ ഒരു മൂഡ് തോന്നിക്കഴിഞ്ഞാൽ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഒരു സംഭവമില്ല അറിയാതെ ഉണ്ടാക്കാൻ പോകുന്നത്. 5 ഐറ്റം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ പുഡിങ് ഉദ്ദേശിക്കുന്നു. പക്ഷേ ഈ പാലും മാങ്ങയും കൂടി മിക്സ് ചെയ്യുമ്പോൾ പാല് കേട് വന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു. 5 ഐറ്റം തന്നെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ പാലായിട്ടുണ്ട്. പാല് നമുക്ക് തണുപ്പിക്കാൻ വയ്ക്കാം. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് തണുപ്പിക്കാൻ വയ്ക്കാം. നമുക്കിനി മുട്ടയുടെ വെള്ള മാത്രം മതി, അതെടുക്കാം.
ആദ്യം ചൈന ഗ്രാസ് നമുക്ക് അലിയിച്ചെടുക്കാം. നമ്മൾ ചൈന ഗ്രാസ് വേവിക്കാൻ വെച്ചു. പിന്നെ നമ്മൾ മാങ്ങയും പഞ്ചസാരയോട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി വെന്തിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി എടുക്കാം. നമുക്കതൊന്ന് അരിച്ചെടുക്കാം ജ്യൂസിൻ്റെ. ചെറിയൊരു പുളിയുള്ളൂ. ഞങ്ങൾ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാലിൽ മിക്സ് ചെയ്യുമ്പോൾ കേട് വന്നാൽ എൻ്റെ എല്ലാ പ്ലാനും പോയി. ഈ വെള്ളമൊന്നുമല്ല കേട്ടോ, ഞാൻ അറിയാതെ മുട്ടയിലിട്ട സ്പൂൺ എടുത്തിട്ട് ചൈന ഗ്രാസിലൊക്കെ എടുക്കും. അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നത്. എന്നാലും അരിച്ചെടുക്കണം ചൈന ഗ്രാസ്. മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. മുട്ട എടുത്ത് വെച്ചു. മുട്ടയുടെ വെള്ള, മാംഗോ ഇത് ജ്യൂസ് അടിച്ചത്, വേവിച്ച് ജ്യൂസ് അടിച്ചത്, പഞ്ചസാര, പിന്നെ പാല് തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഫ്രഷ് ക്രീം വേണം. ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഗ്ലാസ് എന്ന് തോന്നുന്നു. നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ചൈന ഗ്ലാസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എല്ലാം പരീക്ഷണമാണ്. ഒരു സംഭവം അറിയില്ല. മുട്ടയും പഞ്ചസാരയും കൂടി നമുക്ക് നന്നായി അടിച്ച് വയ്ക്കാം. പഞ്ചസാര നമുക്ക് പൊടിച്ചിടാം. പുഡിംഗ് റൗണ്ടിലൊക്കെ നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടത്. അതുപോലെ നമുക്ക് പഞ്ചസാര പൊടിച്ച് വയ്ക്കാം. മുട്ടയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് പാല് ആഡ് ചെയ്യാം. നമുക്ക് ട്രയൽ നോക്കാം. പാലിൽ കുറച്ച് മാങ്ങയുടെ പൾപ്പിട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പഞ്ചസാര കൂടി അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാങ്ങയും പഞ്ചസാര കൂടി അടിച്ചത്. ശാലിനി നിൽക്കുക ചേച്ചി. വഴി കൂട്ടി നിൽക്കുകയാണോ ശാലിനി? എന്തൊക്കെ പാല് ചൂടാക്കിയിട്ട് വെച്ചു. ഓക്കെ. പാല് മാങ്ങ പഞ്ചസാര ഇട്ട് വേവിച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്? പുഡിംഗ് പോലെ മാങ്ങ വെച്ചിട്ട് പുഡിങ്ങോ? ജ്യൂസ് ഇപ്പോൾ 5 ഐറ്റം വേണമല്ലോ. ഞാൻ വേവിച്ചിട്ട് പഞ്ചസാര ഇട്ട് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. എന്നിട്ട് മുട്ട പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജലാറ്റിൻ ചെയ്തു. ഫ്രഷ് ക്രീം ഉണ്ട്. പാല് പിരിഞ്ഞു പോയി. പാല് പിരിഞ്ഞോ? അല്ല, അതല്ല, ഞാൻ വേറെ ബൗളിൽ മിക്സ് ചെയ്ത് നോക്കി. ചെറുതായിട്ട് ക്രീമിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല തോന്നണം. ക്രീമിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കണം. പക്ഷേ 5 ഐറ്റം കൺഫേം ആയിട്ട് വേണം. അത് വേണം. പാലിന് പകരം വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാമല്ലോ. ഫ്ലേവേഴ്സ് എസെൻസ് അങ്ങനൊന്നും ടേബിളിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ വാനില എസെൻസ് അങ്ങനെ എടുക്കാൻ പറ്റുമോ ചേച്ചി? വാനില എസെൻസ് അങ്ങനെ എന്തെങ്കിലും 5ാമത്തെ ഐറ്റമായിട്ട് ടേബിളിൽ സാധനം ഉണ്ടായിരുന്നില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും എസെൻസോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് മൊത്തം കൺഫ്യൂഷൻ ആണല്ലേ? ഓക്കെ, നോക്കാം ആലോചിക്കട്ടെ. അല്ല, എടുക്കാൻ പറ്റും.
അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിയമപരമായിട്ട് പറ്റില്ലായിരുന്നു. ഇനി നമുക്കത് പറ്റിക്കണമെന്ന് ആലോചിക്കണം. പാലൊഴിച്ചാൽ പിരിയാതെയും ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് ഒന്നുകൂടെ റിസർച്ച് ചെയ്യണം. രണ്ട് കൈ ഒപ്പം കുക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാട്ടോ. സമയമായി. നമ്മുടെ പാല് കേടുവന്നു. അതുകൊണ്ട് 5ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതെങ്കിലും ശരിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ പാൽ മാറ്റി നമ്മൾ അതിന് പകരം കോൺഫ്ലവർ എടുത്തു. ഗ്ലാസ് നമ്മൾ അലിയിക്കാൻ വെച്ചിട്ടുണ്ട്. കോൺഫ്ലവർ മിക്സ് ചെയ്ത് അതും കൂടി നമ്മൾ ഈ മിക്സിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് മുട്ട വെള്ള, പഞ്ചസാര പൊടിച്ചത് ആദ്യം മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ മാംഗോ അരച്ചത് അതും മിക്സ് ചെയ്തു. വേവിച്ചത് അരച്ചത് അത് മിക്സ് ചെയ്തു. അതിന് കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്തു. ഫ്രഷ് ചൈന ഗ്ലാസ് അരിച്ചെടുക്കാം. നമുക്ക് നമ്മൾ ചൈന ഗ്ലാസ് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ മിക്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ കൊണ്ടുള്ള പരീക്ഷണം ഏകദേശം വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് പരാജയപ്പെട്ടു, പാല് പിരിഞ്ഞു പോയി. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോൾ വിജയത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതിന് സെറ്റായി കിട്ടണം. ഇനി അതിലാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത്. നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിഷിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ടെൻഷനായിട്ട് സത്യം എങ്ങനെ ഉണ്ടാകുന്നൊരു പിടുത്തമില്ല. മാംഗോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിലേക്ക് വെക്കാം.